ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരവുമായിട്ടാണ്. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുട്ടികൾക്ക് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല, ചോക്ലേറ്റിൻ്റെ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 8 സ്ലൈസ് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എണ്ണം കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ ഡാർക്ക് ഫാൻറ്റസിയുടെ ചോക്കോ ഫിൽസിൻ്റെ കുക്കീസാണ്. ഒരു 4 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചാൽ നമ്മുടെ ബ്രെഡ് അതിൻ്റെ നടുക്ക് ഒരു വട്ടത്തിൽ ഒരു പാത്രമോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് നമുക്കൊരു വട്ടത്തിൽ അതിനെ ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കളയരുത്, അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എല്ലാ പീസും നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് വട്ടത്തിൽ. ഇനി നമ്മൾ ബാക്കി വന്ന ബ്രെഡിൻ്റെ പീസസ് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ചൂടാക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മൈദയുടെ കുറച്ച് പേസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡിലെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മൈദയുടെ പേസ്റ്റ് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ കുക്കീസ് എടുത്ത് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് മറ്റൊരു ബ്രെഡും കൂടെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. പേസ്റ്റ് നല്ലപോലെ തേച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഒട്ടത്തില്ല. അതുകൊണ്ട് നല്ലപോലെ അതിൻ്റെ സൈഡിൽ മൈദയുടെ പേസ്റ്റ് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി വന്ന എല്ലാ പീസും നമുക്ക് അതുപോലെ ഒന്ന് ചേർത്ത് ഒട്ടിച്ച് വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസ് ആവാതെ അധികം കട്ടിയുമില്ലാതെ തന്നെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ ഈ മാവിലേക്ക് ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് പൊതിഞ്ഞ് നമുക്കൊന്ന് എടുക്കണം.
ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ ബ്രെഡ് നമ്മൾ നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അതുപോലെ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കാനും നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.